ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളരിക്ക വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളരിക്ക നോർമലായി പെട്ടെന്ന് വേകും, വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറി കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ഞാൻ ഇടുന്നില്ല. ഇത് വെന്തതിന് ശേഷം അരപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിനുശേഷം ഉപ്പിടാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് 4 സ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട്. 4 സ്പൂൺ തേങ്ങ. പിന്നെ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. വേറെ അധികം തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. 4 സ്പൂൺ തേങ്ങ, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പല്ല് പൂണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ചെറിയ ഉള്ളി. ഇതും പിന്നെ ഒരു എരിവിന് നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാൻ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് എരി കുറവാണ്. വലിയ പച്ചമുളകായതുകൊണ്ട് ഈ പച്ചമുളകിന് എരിവ് കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം. തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നന്നായിട്ട് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ, വെള്ളം ഒഴിച്ച് ചമ്മന്തി അരയ്ക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ ജീരകം ചേർക്കാം. ഇന്ന് ഞാൻ ജീരകം ചേർക്കാൻ മറന്നുപോയി. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇപ്പോൾ വെള്ളരിക്ക വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് അരപ്പൊഴിക്കുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്യും കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഈ അരപ്പൊഴിച്ച് നമ്മൾ വയ്ക്കുമ്പോൾ ഇത് തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അരപ്പ് ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ അരപ്പ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പം വെള്ളം ചേർത്താൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും കറി. ഞാനിപ്പോൾ കുറച്ച് വെള്ളരിക്കയിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അരപ്പ് മാത്രമേ അരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ചെറിയ തീയിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കിയിട്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് പിരിഞ്ഞു പോകും തേങ്ങ ആയതുകൊണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിരിഞ്ഞു പോകാനായിട്ട് വിടാണ്ട്. പിരിഞ്ഞു പോയ തേങ്ങയും എന്താ പറയുക, വെള്ളവും മാറി കറി കാണാനും ഒരു ഭംഗിയുണ്ടാവില്ല, ടേസ്റ്റും ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം പോവാനായിട്ട് ഇളക്കിയിട്ടേ ഇരിക്കുക. ചെറിയൊരു എന്താ പറയുക, തിളയ്ക്കുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേനും നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇനി താളിക്കാനുള്ളത് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വടച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 1.5 സ്പൂൺ തേങ്ങ വെളിച്ചെണ്ണ തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിയിട്ട് അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ താളിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്, ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളറെല്ലാം മാറി ഒന്ന് ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു കളറാകുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടാം, പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇട്ടില്ല. വറ്റൽമുളക് കൂടെ ഇട്ടാൽ ഇന്നും വറ്റൽമുളകിന് അതിൻ്റെ എന്താ പറയുക, ഒരു മണം കൂടെ കറിക്ക് കിട്ടും. ഇപ്പോൾ കടുക് താളിച്ചിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിക്കാം. ഇങ്ങനെ താളിച്ചിട്ട് അരപ്പൊഴിച്ച് വെള്ളരിക്ക ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വേറെ ഒരു പരിപാടിയില്ല, ഇത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ കൂടെ കഴിക്കാൻ തലേ ദിവസത്തെ മീൻ കറിയാണ് ഒരുപാട് ഇഷ്ടം. എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിക്ക് മാത്രമായിരിക്കും അതിൻ്റെ എന്താ പറയുക, പച്ചമണമൊക്കെ പോകുന്നത്. അപ്പോൾ പച്ചമണമൊക്കെ പോകുമ്പോഴത്തേനും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇപ്പോൾ താളിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. കറി റെഡിയായി. കൂടിപ്പോയ ഈ വെള്ളരിക്ക വേകുന്നതും കട്ട് ചെയ്യുന്ന സമയമെല്ലാം കൂടെ ചേർത്ത് ഒരു 20 മിനിറ്റ് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.